أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم. അൽഹംദുലില്ലാ. മക്കൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ 2 പാഠത്തിലൂടെ ലിസാനുൽ ഖുർആനിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കഥയിലൂടെ ലിസാനുൽ ഖുർആനിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഓർക്കുന്നുണ്ടോ? ഒരു ഗൾഫുകാരൻ അറബി ഒരാളുടെ വീട്ടിൽ വന്ന് അല്ലേ, അയാളുടെ വീട്ടിൽ നിന്ന് പ്ലാവ് കണ്ടപ്പോൾ അറബി എന്ത് ചെയ്തു? ആ പ്ലാവിലെ ചക്ക കണ്ടപ്പോൾ ചോദിച്ചു മഹാദ. അപ്പം എന്താ ഫർസാന മോൾ ആൻസർ പറഞ്ഞത്? ഹാദ ഫനസുൻ. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പാഠഭാഗങ്ങൾ. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമാണ്. റെഡിയാണോ നിങ്ങൾ? പരീക്ഷ എഴുതാൻ റെഡിയാണോ? ആണല്ലേ? എങ്കിൽ നിങ്ങൾ പേനയും നോട്ട് പുസ്തകവും എല്ലാം എടുത്ത് റെഡിയായിട്ട് നിന്നോളൂ. എടുത്തോ? പേന വേണം, നോട്ട് പുസ്തകം വേണം, കിതാബ് വേണം. ഇതെല്ലാ സമയത്തും വേണം കേട്ടോ. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാനിരിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ തൊട്ടടുത്ത് വെക്കണം. എന്നാൽ ചിലപ്പോൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ് കേൾക്കാത്ത കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ഭാഗങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം, എന്നിട്ട് എക്സാം നടത്താം. അതല്ല നന്നാവുക? അത്തരക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് പരീക്ഷ കൂടുതൽ എളുപ്പമാവും ചെയ്യും. റെഡിയാണല്ലോ? എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കൊടുത്തത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് അല്ലേ? ഇത് വാഴപ്പഴമാകുന്നു. എങ്ങനെ പറയാ? ഹാദ മൗസുൻ അല്ലേ? അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്? ഹാദ മൗസുൻ. അതായത് ഇത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഹാദ ഉപയോഗിച്ചത്. ഹാദ ഫനസുൻ. ഇത് ചക്കയാകുന്നു പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? അതുപോലെ ഹാദ മാഞ്ച. ഇത് മാങ്ങയാകുന്നു എന്ന് നമ്മൾ എന്ത് പറഞ്ഞു? ഹാദ മാഞ്ച. അതുപോലെ നമ്മൾ നോമ്പിന് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന തണ്ണിമത്തൻ, ചില നാട്ടിൽ വത്തക്ക എന്ന് പറയും, അതിനെന്താ പറഞ്ഞത്? ഹാദ ബിത്തീഹുൻ അല്ലേ? അതുപോലെ ബുർത്തുക്കാൽ, ഓറഞ്ച്, അതിനെന്താ പറഞ്ഞത്? ഹാദ ബുർത്തുക്കാൽ. അതുപോലെ നിങ്ങളോട് ഞാൻ 1-ാം ക്ലാസ്സിലെ ചില വിഷയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. 1-ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? ബൈത്തുൻ, ദൽവുൻ, ഇബറുൻ, മഹ്ദുൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയില്ലാത്തതുണ്ടോ? നല്ല മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് 2-ാം ക്ലാസ്സിൽ 1-ാം സ്ഥാനം വാങ്ങണ്ട, നമുക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങണം അല്ലേ? അതിന് റെഡി ആയിട്ടല്ലേ വന്നിട്ടുള്ളത്? 1-ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് പരീക്ഷ തുടങ്ങട്ടെ. റെഡിയായല്ലോ? എല്ലാവരും റെഡിയല്ലേ?
ഞാൻ ഒരു 10 വസ്തുക്കളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ആ കാണിച്ചു തരുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ അതിൻ്റെ അറബി എഴുതി വെക്കണം. റെഡിയാണല്ലോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇതിനെന്താ പറയാ? യദ് അല്ലേ? അപ്പോൾ ഇത് കൈയാകുന്നു എങ്ങനെ പറയും? ഹാദാ യദുൻ അങ്ങനെ പറയുമല്ലോ. അതുപോലെ നമ്മൾ 10 വസ്തുക്കളുടെ പേരുകൾ കാണിക്കുമ്പോൾ നിങ്ങൾ അവയുടെ പേരുകൾ പറയണം. റെഡിയാണല്ലോ? ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ. ഒന്നാമത്തെ ഒരു വസ്തു ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? കണ്ടോ? പേര് കിട്ടിയില്ലേ? എന്ന വേഗം അത് നോട്ട് പുസ്തകത്തിൽ എഴുതിക്കോളൂ. ഇത് വാഴപ്പഴമാകുന്നു. അതിനെങ്ങനെ പറയാന്നുള്ളത് നോട്ട് പുസ്തകത്തിൽ എഴുതിക്കോളൂ. എഴുതിയാ? ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ഇനി അടുത്ത വസ്തു കാണിക്കട്ടെ. രണ്ടാമത്തത് റെഡിയാണല്ലോ? ഇൻഷാ അല്ലാഹ്. അയ്വാ, കണ്ടോ നിങ്ങൾ അല്ലേ? പഴങ്ങളുടെ ഏറ്റവും വലിയ പഴമാണ് കാണിച്ചിട്ടുള്ളത്. കുറേ ആളുകളെ ഇപ്രാവശ്യം നോമ്പിന് അല്ലേ, നമ്മൾ കുറേ പ്രയാസപ്പെട്ട സമയത്ത് ഇതുകൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലുണ്ടായിരുന്നോ ചക്കക്കുരു ജ്യൂസൊക്കെ? ചക്ക മെഡൽ കൊണ്ട് അച്ചാറൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ പിക്ചർ കണ്ടില്ലേ? ഇതൊന്ന് എഴുതിക്കോളൂ. ഇത് ചക്കയാകുന്നു. എങ്ങനെ എഴുതുക? നോട്ടിൽ എഴുതിയോ? എഴുതി. ചില ആളുകൾക്കൊക്കെ എന്തോ ഒരു സ്പീഡാ, വളരെ സ്പീഡിൽ എഴുതുന്നുണ്ട്. ചിലരാക്കും പോലെ. എന്നാലും നല്ല കുട്ടികളാണ്, എല്ലാവരും എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടാത്തവരും കിട്ടുന്നത് പോലെ എഴുതാൻ ശ്രമിക്കണം. അപ്പോഴല്ലേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ്. എന്നാ മൂന്നാമത്തൊന്ന് കാണിക്കട്ടെ. അയ്വാ, നോക്കി. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയില്ലേ? നല്ല ഭംഗിയുള്ള മധുരമുള്ളൊരു സാധനം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? ഇഷ്ടമല്ലാത്തവരുണ്ടോ? പ്രാവശ്യം നോമ്പിന് ജ്യൂസ് അടിച്ചോ? കിട്ടിയില്ലേ? ഓക്കെ, എന്നാ മാമ്പഴത്തിനെ കുറിച്ച് എഴുതിക്കോളൂ. നാലാമത്തെ കാണിക്കട്ടെ. നോക്കിയാ? നാലാമത്തത് കണ്ടോ? ചിത്രം കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? വായിൽ വെള്ളം വരുന്നുണ്ടോ? ഇല്ല അല്ലേ? വല്ലാതെ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഉമ്മച്ചിനോടോ ഉപ്പച്ചിനോടോ വാങ്ങിത്തരാൻ പറയണം കേട്ടോ. ഓക്കെ, നാലാമത്തെ പിക്ചർ കണ്ടില്ലേ? വത്തക്ക അല്ലേ? അതിനെക്കുറിച്ചൊന്ന് എഴുതിക്ക. ഇത് വത്തക്കയാകുന്നു. എങ്ങനെ അറബിയിൽ എഴുതും? എഴുതിയോ? റെഡിയാണല്ലോ? അഞ്ചാമത്തെ പറയട്ടെ ഉസ്താദ്? നോക്കട്ടോ, നോക്കാണി. അതെ, കണ്ടോ? ഓറഞ്ച് അല്ലേ? ഇത് നല്ല മധുരമുള്ള ഓറഞ്ചാണ്. ചിലതുണ്ടാവും ഒരു പുളിയുള്ള ഓറഞ്ച് അല്ലേ? ചിലപ്പോൾ നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ കൊണ്ടുവരുന്നതിൽ എല്ലാം ഒന്നും മധുരമുള്ളതാവില്ല. ചിലത് നല്ല പുളിയുള്ളതാവും. ഇത് കണ്ടോക്കി. ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഉറപ്പാണ് നല്ല മധുരമുള്ള ഒരു ഓറഞ്ചാണ്. എന്നാ ഒന്ന് എഴുതിക്കാണ്. ഒന്ന് എഴുതി നോക്ക്. ഇത് മധുരമുള്ള ഓറഞ്ചാകുന്നു. എങ്ങനെ അറബിയിൽ എഴുതുക? മലയാളത്തിലല്ല കേട്ടോ. ഇതുവരെ പറഞ്ഞതൊക്കെ അറബിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. എഴുതിയോ? 5 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. 5 എഴുതിയോ? റെഡിയാണ്. ആറാമത്തെ കാണിച്ചു തരട്ടെ. അയ്വാ, നോക്കാം നിങ്ങൾ. എന്തു മനോഹരമായിട്ടുള്ളൊരു വീട്. ആ വീടിനെ കുറിച്ച് എഴുതിയോ? വീടിന് നമ്മൾ 2ാം ക്ലാസ് പഠിച്ചിട്ടില്ല, പക്ഷെ 1ൽ നമ്മൾ പഠിച്ചിരുന്നു. ഓർക്കുന്നില്ല നിങ്ങൾ? 1ാം ക്ലാസ്സിൽ വീടിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എഴുതിയാ? അങ്ങനെ പറയണ്ട, എഴുതിയാൽ മതി കേട്ടോ. 7ാമത്തെ കാണിക്കട്ടെ.
അയ്വ, എന്താണ് സാധനം? ബക്കറ്റ് അല്ലേ? ബക്കറ്റ് അല്ലേ? എന്തിനാ ഉപയോഗിക്കുന്നത്? വെള്ളം എടുക്കാൻ അല്ലേ? ഓക്കെ, എഴുതിയോ? ഇത് ബക്കറ്റാകുന്നു. എങ്ങനെ അറബിയിൽ പറയാ? പറയണ്ട, എഴുതിയാൽ മതി കേട്ടോ. ചില കുട്ടികൾക്ക് ഇങ്ങനെ പറയാഞ്ഞിട്ട് വല്ലാത്തൊരു അല്ലേ, അവർ പറയണം അറിയാതെ. സാരല്ല, മക്കൾ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നോട്ട് പുസ്തകത്തിൽ എഴുതണം. എട്ടാമത്തെ കാണിക്കട്ടെ. ഇത് കണ്ടോ? ഇതെന്താ? ഇതെന്തിനൊക്കെ പറ്റും? പോത്തിനെ കെട്ടാൻ പറ്റും അല്ലേ? ആടിനെ കെട്ടാനോ? അതിനും പറ്റും. ഓക്കെ, എന്തായിരുന്നാലും കയറ് അല്ലേ? ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എഴുതിയോ? എഴുതി. ഒൻപതാമത്തെ കാണിക്കട്ടെ. നോക്കിയാ കണ്ടോ? നമ്മുടെ ഷർട്ടൊക്കെ തുന്നുന്നുണ്ട്. അതിനുപയോഗിക്കുന്നൊരു സാധനമാണ്. എന്താണ്? സൂചി അല്ലേ? ആ സൂചിയെക്കുറിച്ച് എഴുതിയോ? ഇത് സൂചിയാകുന്നു. എങ്ങനെ പറയും? പത്താമത്തത്, ലാസ്റ്റത്തത്. ഇതിൻ്റെ പ്രത്യേകത പറയണോ? പത്താമത്തത് നോക്കിയാ കണ്ടോ? അയ്വാ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ നല്ല സുഖസുന്ദരായിട്ട് ഉറങ്ങിയൊരു സ്ഥലമാണ്. നമ്മൾ എവിടെയൊക്കെ ഉറങ്ങിയിട്ടുണ്ട്? ആദ്യം ഉമ്മാൻ്റെ പള്ളൻ്റെ ഉള്ളിൽ അല്ലേ? ഉമ്മാൻ്റെ വയറിനകത്ത് നന്നായിട്ട് സുഖസുന്ദരായിട്ട് 10 മാസം കിടന്നുറങ്ങിയില്ലേ? അത് കഴിഞ്ഞിട്ടോ പുറത്തേക്ക് വന്നു അല്ലേ? എന്നിട്ട് നമ്മൾ ആദ്യം കിടന്നുറങ്ങിയത് എവിടെയാണ്? ഇതിലാണ്. കണ്ടില്ലേ? കണ്ടോ? മനസ്സിലായോ എന്താണെന്ന്? നമുക്ക് ഉമ്മാര് അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ആട്ടി ഉറക്കിയിരുന്നു അല്ലേ? അങ്ങനെയല്ലേ ചൊല്ലറുമാർ? അതോ ഞാനും 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 അങ്ങനെയാണോ? അല്ലല്ലോ. ഏതായിരുന്നാലും 10 സാധനങ്ങളുടെ പേരുകൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. എല്ലാ സാധനങ്ങളും കാണിച്ചു തരുന്നുണ്ട്. ഒന്നുകൂടെ നോക്കിക്കോളിയും. 1 മുതൽ 10 വസ്തുക്കളുടെ പേരുകളും നോക്കിയാ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടോ, മനസ്സിലാവാത്തതുണ്ടോ? അതിപ്പോൾ എഴുതിയെടുത്തോളൂ, ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ. കുറേ ആളുകൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഓലൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? ചില ആൾക്കാർക്ക് ചെറിയൊരു നിരാശ, കഴിഞ്ഞ ക്ലാസ് കേട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പോയി കാണണം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. റെഡിയാണല്ലോ? ഇൻഷാ അല്ലാ. എന്നാൽ ഞാൻ ഓരോന്നും പറയാം. പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഉമ്മയോ ബാപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിയിട്ടിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഒന്നാമത്തെ പറയട്ടെ. ഫസ്റ്റ് ഇതെന്തായിരുന്നു? ഹാദാ മൗസുൻ അല്ലേ? അങ്ങനെ എഴുതിയവരാരാ? കൈ പൊക്കിയാ. ഹാദാ മൗസുൻ എഴുതിയവർ? ആയിവാ, അധിക ആളുകളും ഹാദാ മൗസുൻ എന്ന് എഴുതിയിട്ടുള്ളത്. എന്നാൽ എവിടൊക്കെയോ ചില കൈകൾ താന്നിരിക്കുന്നുണ്ട് അല്ലേ? സാരല്ല, ഇൻഷാ അല്ലാ നമുക്ക് അടുത്തതിൽ ശരിയാക്കാം അല്ലേ? ഓക്കെ. രണ്ടാമത്തെ എന്തായിരുന്നു? അയ്വാ, ഏറ്റവും വലിയൊരു പാഠം എന്തായിരുന്നു? ഹാദാ ഫനസുൻ. ഹാദാ ഫനസുൻ. ശരിയാണോ? ശരിയാണെങ്കിൽ വേഗം നല്ലൊരു ശരി ഇട്ടോ. കൊടുത്തോ? മൂന്നാമത്തെ കാണിക്കട്ടെ. ഹാദാ മാഞ്ച. എഴുതിയോ? ശരിയാണോ? മൂന്നാമത്തത് ഹാദാ മാഞ്ച. നാലാമത്തെ പിക്ചർ അല്ലേ? എന്തായിരുന്നു? ഓർമ്മ ഉണ്ടല്ലോ? ഹാദാ ബിത്തീഹുൻ. ഹാദാ ബിത്തീഹുൻ. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതിയത് ശരിയാണെങ്കിൽ വേഗം ശരിയിടണം കേട്ടോ. അഞ്ചാമത്തത് എന്തായിരുന്നു? ഹാദാ ബുർത്തുഖാലുൻ. ഹാദാ
ബുർത്തുഖാലുൻ. ആറാമത്തതോ ഹാദ ബൈത്തുൻ. എന്താണ്? ബൈത്തുൻ. ഏഴാമത്തത് ഹാദ ദൽവുൻ. ദൽവ് അല്ലേ? എട്ടാമത്തത് എന്തായിരുന്നു? കെട്ടാൻ ഉപയോഗിക്കുന്ന സബബ്. അപ്പൊ ഏതേതു? ഹാദ സബബുൻ. ഒമ്പതാമത്തതോ ഹാദ ഇബറുൻ. ഓക്കെ അല്ലേ? പത്താമത്തെ കൂടെ പറയട്ടെ. എന്നാൽ ഇതുവരെ 9 ശരിയായവരാരാ? ഇതുവരെ എഴുതിയ 9 ശരിയായവര്. ഇവ ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ? മിടുക്കന്മാർ. പത്താമത്തത് ഹാദ മഹ്ദുൻ. പത്താമത്തത് തൊട്ടിലാണ്. എന്നാ ഇനി 10 ശരിയായവരൊന്ന് കൈപൊക്കിയ. 10 ശരിയായവർ മാത്രം. കുറേ ആളുകളുണ്ടല്ലോ അല്ലേ? ഒരുപാട് ആളുകൾ ശരിയായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉമ്മച്ചിക്കോ ഉപ്പച്ചിക്കോ അതോ താത്താക്കോ കാക്കുവിനോ ആരാ അടുത്തുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഈ 10 ശരിയായത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തിട്ട് നല്ല ഒരടിപൊളി ഗുഡോ എക്സലൻറ്റോ സ്റ്റാറോ മേടിച്ചു വാ. കൊണ്ടുവന്ന അവരോട് ഇട്ടുതരാൻ പറയണം. എക്സലൻറ്റോ ഗുഡോ സ്റ്റാറോ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചു വാങ്ങിക്കോ. നിങ്ങളുടെ മക്കളെ നല്ല വൃത്തിയായിട്ട് 10 എണ്ണത്തിന് ആൻസർ ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ല അടിപൊളിയായിട്ട് കുറച്ച് സ്റ്റാർ കൊടുത്തേക്ക്. ഇൻഷാ അല്ലാഹ് ഒരു ഇനിയും ഇതേപോലെ നന്നായിട്ട് പഠിക്കും. അതിനൊന്ന് പുറത്ത് തട്ടിയിട്ട് കുട്ടി ഉഷാറാണെന്നൊന്ന് പറഞ്ഞേക്ക്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 10 എണ്ണം ശരിയായവർ. ഇനി 9 എണ്ണം ശരിയായവരുണ്ടോ? അല്ലെങ്കിൽ 8 എണ്ണം ശരിയായവർ? എക്സലൻറ്റ്. 10 എണ്ണം ശരിയായവരാണെങ്കിൽ പെർഫെക്റ്റ് ആണ് അല്ലേ? എല്ലാത്തിലും ഉഷാറായിട്ട് നല്ല വൃത്തിയിൽ എഴുതണം കേട്ടോ. ചക്കക്കൂട്ടം വെച്ച മാതിരി ആവരുത്. നല്ല ഉഷാറായിട്ട് എഴുതണം. ഓക്കെ, 8 എണ്ണം ശരിയായവർ. ഇനി ബാക്കിയുള്ളവർ നിരാശപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ അതിനേക്കാളും മാർക്ക് നമ്മൾ വാങ്ങണം. അതിന് ശ്രമിക്കൂലേ? നിങ്ങൾ വിചാരിച്ച നടക്കും. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ 2ാം പ്രാവശ്യം കാണുക. അതോടുകൂടെ ഇൻഷാ അല്ലാഹ് അടുത്തൊരു എക്സാം ഉണ്ടെങ്കിൽ 10ൽ 10 നമ്മൾ നേടിയിരിക്കും. നേടണ്ടേ? ഇൻഷാ അല്ലാഹ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പറയാ, കേൾക്കുക. നിങ്ങൾ 10ൽ 10 നിങ്ങളുടെ കുട്ടി വാങ്ങിയിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 2ാമത്തെ വീഡിയോ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തിട്ട് 10ൽ 10 അവരെ കൊണ്ട് മേടിപ്പിക്കണം. റെഡിയാണല്ലോ? അപ്പോഴേ നമ്മുടെ മക്കൾക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. എന്നാൽ ഇന്ന് ഒരു 3 വസ്തുക്കൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മാത്രമേ നമുക്ക് ഇന്ന് പഠിക്കണ്ടുള്ളൂ. അതിന് റെഡിയാണോ നിങ്ങൾ? റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് നോക്കിക്കട്ടോ. ഹാദാ ബഖലുൻ. ഹാദാ ബഖലുൻ. എന്താ ബഖല് പറഞ്ഞാൽ? ഹാദാ ബഖല്. ബഖല് പറഞ്ഞാൽ കണ്ടിട്ട് മനസ്സിലായില്ല? ചീരയാണ് കേട്ടോ. ചീരയാണ്. ഓക്കെ ആണോ? എന്നാ ഇൻഷാ അല്ലാഹ് അടുത്ത് കാണിച്ചു തരാ. ഹാദാ തംറുൻ. ഹാദാ തംറുൻ. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഏതായിരുന്നു? അജ്വ തംറായിരുന്നു. അജ്വ തംറ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ തംറ്? തംറ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ
ഹാദ ബക്കലും പഠിച്ചു, ഹാദ തമ്രും പഠിച്ചു. ഇനി ഒന്നുകൂടെ ഒന്ന് പഠിപ്പിക്കാം. ഏതാ? ഹാദ ഇനബുൻ. കണ്ടോ നിങ്ങൾ? അല്ലേ? പച്ചയുണ്ടാവാം, ചുവപ്പുണ്ടാകാം, റോസ് കളറിലൊക്കെ ഉണ്ടാവാം അല്ലേ? ചെറിയൊരു റോസ് കളറിൽ എന്താണത്? ഹാദ ഇനബുൻ. കണ്ടിട്ട് മനസ്സിലായല്ലോ അല്ലേ? ഇനബാണത്. ഹാദ ഇനബുൻ. ഇനി നിങ്ങൾക്ക് നമുക്കറിയാവുന്ന വസ്തുക്കൾ വെച്ചിട്ട് ഹാദ വെച്ചിട്ടൊന്ന് പറഞ്ഞൂടെ? നിങ്ങളെ കയ്യിൽ പേനല്ലേ? എടുത്തോളൂ. എടുത്തോ? കയ്യിൽ പേന പിടിച്ചോ? പിടിച്ചിട്ട് ഇത് എന്താണെന്നൊന്ന് പറയൂ. ഹാദ ഖലമുൻ. ഹാദ ഖലമുൻ. ഹാദ ഖലമുൻ. ഓക്കെ. എന്നാൽ നിങ്ങളെ കയ്യിൽ മൊബൈലില്ലേ? കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്? എന്താ പറയുന്നത്? എന്നാ ഇനി കണ്ടോളൂ. ഇതിനെന്തു പറയും? ഹാദ ജവ്വാലുൻ. എന്താ പറയാ? ഹാദ ജവ്വാലുൻ. ഓക്കെ ആണല്ലോ? അപ്പം ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ ഏത് കണ്ടാലും ഇത് മൊബൈൽ ഫോണാകുന്നു, ഇത് പേനയാകുന്നു. ഇനി പെൻസിലാണെങ്കിലോ? ഹാദ മിർസമുൻ. അല്ലേ? നോട്ട് പുസ്തകമാണെങ്കിലോ അല്ലെങ്കിൽ കിതാബാണെങ്കിലോ എങ്ങനെ പറയാ? ഹാദ കിതാബുൻ. ഹാദ കിതാബുൻ. ഓക്കെ ആണോ? എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം ഇന്നിവിടെ നിന്നോട്ടല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സംഗതി കൂടെ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും കണ്ണ് ചിമ്പുക. കണ്ണ് ചിമ്മിയോ? എല്ലാവരും ചിമ്പ്. ചില ആളുകൾ കണ്ണ് തുറന്ന് നോക്കുകയാണ്. ഞാൻ പറയുന്നത് അനുസരിക്ക്. കണ്ണ് ചിമ്മിയോ? ചിമ്മിയിട്ട് നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയുന്നത് പോലെ ചിന്തിക്കണം കേട്ടോ. നിങ്ങളും നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മനസ്സിൽ വിചാരിച്ചു അവനും കൂടെ എവിടേക്ക് പോവാണ്? ഒരു ഫ്രൂട്ട്സ് കടയിലേക്ക് പോവാണ്. അങ്ങനെ ഫ്രൂട്ട്സ് കടയിൽ ചെന്നു. ഫ്രൂട്ട്സ് കടയിൽ ചെന്നപ്പോൾ അവിടെ കുറേ വസ്തുക്കളുണ്ട്. എന്തൊക്കെ ഉണ്ടെന്നറിയോ? മാങ്ങയുണ്ട്, ചക്കയുണ്ട്, വത്തക്കയുണ്ട്, ഇങ്ങനെ ധാരാളം സംഗതിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് അവൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനെ വിചാരിച്ചോളൂ, ചെറിയ അനിയനെ കൊണ്ടുപോവാണ്. നിങ്ങൾ എന്തിനാ കൊണ്ടുപോകണമെന്നറിയോ? അനിയന് അറബിയിൽ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് നമുക്കൊരു വെയിറ്റ് കിട്ടണം അല്ലേ? എനിക്കിതൊക്കെ അറിയാമെന്നുള്ള ഒരു സംഗതി അനിയനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അനിയൻ്റെ കൂടെ നിങ്ങൾ എവിടെ പോകുന്നത്? ഫ്രൂട്ട്സ് കടയിൽ പോകുന്നത്. ഫ്രൂട്ട്സ് കട നിങ്ങളെ മനസ്സിൽ കണ്ടോ? കണ്ണ് ചിമ്മ് എന്നാലല്ലേ കാണുള്ളൂ മക്കളെ. ഫ്രൂട്ട്സ് കട കണ്ടല്ലോ. എന്നാൽ ഫ്രൂട്ട്സ് കടയിൽ വത്തക്ക ഇരിക്കുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ ഒരു വത്തക്കയിൽ തൊട്ടിട്ട് നിങ്ങൾ അനിയന് പറഞ്ഞു കൊടുക്ക്, ഹാദാ ബിത്തീഖുൻ. പറഞ്ഞു കൊടുത്തോ? വത്തക്കയിൽ തൊട്ടിട്ട് അനിയന് പറഞ്ഞു കൊടുക്ക്, ഹാദാ ബിത്തീഖുൻ പറഞ്ഞു. എന്നാൽ അവിടെ ബുർത്തുക്കാലിരിക്കുന്നുണ്ട്. എന്നാൽ ബുർത്തുക്കാലിൻ്റെ അടുത്ത് ചെന്നിട്ട് അനിയനൊന്ന് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ അനിയത്തിക്കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്ക്, ഹാദാ ബുർത്തുക്കാലുൻ. ഹാദാ ബുർത്തുക്കാലുൻ. ഇനി അവിടെ എന്തുണ്ട് എന്ന് പറഞ്ഞു? നമ്മൾ ചക്കയുണ്ട് അല്ലേ? സാധാരണ ഇപ്പോൾ എല്ലാ ഫ്രൂട്ട്സ് കടയിലും ചക്കയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പോയ ഫ്രൂട്ട്സ് കടയിൽ എന്തുണ്ട്? ചക്കയുണ്ട്. അപ്പോൾ ആ ചക്കയിൽ തൊട്ടിട്ട് പറയാ, അനിയന് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ അനിയത്തിക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്ക്, ഹാദാ ഫനസുൻ. പറഞ്ഞു കൊടുത്തോ? ഹാദാ ഫനസുൻ. ഇനി അവിടെ ഉണ്ട് പഴക്കൊല തൂക്കിയിട്ടിട്ടുണ്ട് അല്ലേ? ഇല്ലേ? കണ്ടോ?
നല്ല അടിപൊളി നേന്ത്രവായക്കൻ്റെ മൈസൂർ പായത്തിൻ്റെ ഒക്കെ കൊലകൾ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നാൽ ഇനി അതിനെന്താ പറയാ? അതിമൊന്ന് തൊട്ടോ തൊട്ടിട്ട് അനിയന് പറഞ്ഞു കൊടുക്ക്, ഹാദാ മൗസുൻ, ഹാദാ മൗസുൻ പറഞ്ഞെടുത്തോ. എന്നാൽ ഇനി മാങ്ങ കണ്ടോ, നിങ്ങൾ മനസ്സിൽ കണ്ടോ അല്ലേ? 2-3 മാങ്ങൻ്റെ പെട്ടിയൊക്കെ ഉണ്ട്. അതിലേതെങ്കിലും ഒരു പെട്ടിയിൽ ചെന്നിട്ട് മാങ്ങമ്മ തൊട്. മനസ്സിൽ തൊട്ടാൻ കേട്ടോ. മനസ്സിൽ തൊട്ടിട്ട് മാങ്ങ തൊട്ടിട്ട് അനിയന് പറഞ്ഞു കൊടുക്ക്, ഹാദാ മാഞ്ച, ഹാദാ മാഞ്ച. ഇനി എല്ലാം മുന്തിരി കണ്ടൂല്ലേ? എന്നാൽ മുന്തിരിൻ്റെ അടുത്തേക്ക് ചെല്ല്. അനിയൻ്റെ കൈ പിടിച്ചോട്ടോ, അല്ലെങ്കിൽ അനിയത്തിയാണെങ്കിൽ അനിയത്തിയുടെ കൈ പിടിച്ചിട്ട് കാണിച്ചു കൊടുക്ക്. എന്താ കാണിച്ചു കൊടുക്കേണ്ടത്? അതിമ തൊട്ട് പറ, ഹാദാ ഇനബുൻ, ഹാദാ ഇനബുൻ. ഓക്കെ അല്ലേ? എന്നാൽ ഇനി അനിയത്തിനെയും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് മനസ്സിൽ നിങ്ങൾ അവളോടൊന്ന് ചോദിച്ചു നോക്കുക, അവൾക്ക് പറയാൻ കിട്ടുന്നുണ്ടോ? എന്തൊക്കെയാ നിങ്ങൾ കാണിച്ചു കൊടുത്തത്? ആദ്യം എന്താ കാണിച്ചു കൊടുത്തത്? പിന്നെന്താ കാണിച്ചു കൊടുത്തത്? ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയാ കിട്ടുന്നുണ്ടോ? അതിൻ്റെ അറബി വാക്കുകൾ കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലേ? അൽഹംദുലില്ലാ, സന്തോഷമായി. അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ചു. ചില ആൾക്കാർക്കൊക്കെ ചിലതൊക്കെ കിട്ടാതിരിക്കുന്നുണ്ട്. സാരല്ല, ഇൻഷാ അല്ലാ നിങ്ങൾ ഇത് കേട്ട് വീണ്ടും പഠിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. എന്നാലും നമ്മൾ ഇന്നെടുത്ത ഭാഗം മാത്രം ഒന്ന് വായിക്കാം. എല്ലാവരും പുസ്തകം കയ്യിലെടുത്തോ? ഹാദാ ബഖലുൻ. നമ്മൾ ലാസ്റ്റ് എടുത്ത ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ. ഹാദാ ബഖലുൻ, ഹാദാ തംറുൻ, ഹാദാ ഇനബുൻ. അപ്പം ഇൻഷാ അല്ലാ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കണ്ട് വായിക്കുക. എല്ലാവരും അടുത്തൊരു ക്ലാസ്സിന് എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടെ റെഡിയായിട്ട് വരിക. അപ്പോൾ അതുവരേക്കും ഇൻഷാ അല്ലാ നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാ അടുത്തതിൽ കാണാം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.